ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റിയുടെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡ് പ്രൈസ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഗോൾഡിന്റെയും നിഫ്റ്റിയുടെയും പെർഫോമൻസിനെ കമ്പയർ ചെയ്ത് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന വലിയ ഒരു കൺഫ്യൂഷൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിലും പൊതുവെ കാണാറുണ്ട്. അതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ പഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് നിങ്ങളുടെ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതേ കാലയളവിൽ നിഫ്റ്റി അത് ചിലപ്പോ 7 ലക്ഷം രൂപയായിട്ടും വളർന്നിട്ടുണ്ടാവും. എന്നാൽ ഈ രണ്ടിനും മാർക്കറ്റിന്റെ ഒഴുക്കിനനുസരിച്ച് മാറി മാറി ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടിയത് ഏതാണ്ട് 12 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഭാഗ്യമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതില്ല. കൃത്യമായിട്ട് കണക്കുകളുടെ ഒരു കളിയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ ഒരു രീതിയാണിത്. മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞു താഴ്ന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് ഡേയിൽ കണ്ടു. അതിനുശേഷം താരിഫ് പിൻവലിച്ചപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലേക്ക് ബുള്ളിഷ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും കണ്ടു. ഇത്തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് കാര്യമായിട്ടുള്ള തട്ടുകേടുകളൊന്നും ഇല്ലാതെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സേഫ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു സിംഗിൾ സ്ട്രാറ്റജിയിലായിരിക്കില്ല നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാകാം. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ഒരു കൺസെപ്റ്റിന്റെ പുറത്ത് മൾട്ടിപ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഗോൾഡ് ആൻഡ് നിഫ്റ്റി ഡ്യുവൽ സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓരോ മാസവും സാലറി കയ്യിൽ വരുമ്പോൾ ഈ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുമ്പോൾ നിഫ്റ്റിയിൽ കൂടുതൽ മുടക്കാനും മാർക്കറ്റ് ഇടിയുമ്പോൾ ഗോൾഡിലേക്ക് മാറാനും നമ്മുടെ മനസ്സ് പറയും. പക്ഷേ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊന്നും കൃത്യമായിട്ട് ആരും പറഞ്ഞു തരില്ല. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കറ്റിലെ ട്രെൻഡ് നോക്കി വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കി ലാഭം മാത്രം ലക്ഷ്യമിടാൻ സഹായിക്കുന്ന സിമ്പിൾ ഗൈഡ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ എല്ലാ മുന്നിലുള്ള പ്രധാന സംശയമാണിത്: പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കരുത്ത് കാണിക്കുന്ന നിഫ്റ്റി 50-ലാണോ അതോ ലോകം മുഴുവൻ സേഫ് ഹെവൻ ആയിട്ട് കാണുന്ന ഗോൾഡിലാണോ? ഒരു വശത്ത് നിഫ്റ്റി ഇന്ത്യയുടെ ടോപ്പ് 50 കമ്പനികളുടെ പെർഫോമൻസ് അളക്കുന്ന ഇൻഡെക്സ് ആണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു കണ്ണാടിയാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ മികച്ച റിട്ടേൺസ് തരാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ യാത്ര എപ്പോഴും ഒരു നല്ല സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല. ഉദാഹരണത്തിന് 2008-ലെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് നിഫ്റ്റി 50% കൂടുതൽ ഇടിഞ്ഞു താഴുകയുണ്ടായി. കൊറോണ വന്ന സമയത്തും വലിയൊരു വീഴ്ച നമ്മൾ കണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം പകുതിയായിട്ട് കുറയുന്നത് നോക്കി നിൽക്കാൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇൻവെസ്റ്റർക്ക് അത്ര എളുപ്പമായിരിക്കില്ല. മറുവശത്ത് ഗോൾഡ് നമുക്കൊരു നല്ല ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു മെറ്റലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് തകരുമ്പോഴും യുദ്ധം വരുമ്പോഴും സാമ്പത്തിക അനിശ്ചിതത്വം ഉണ്ടാകുമ്പോഴും ഗോൾഡിന്റെ വില കയറുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. 2008-ൽ നിഫ്റ്റി തകർന്നപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ആശ്വാസം നൽകിയത് ഗോൾഡായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു സേഫ് ഹെവൻ അഥവാ സുരക്ഷിത താവളം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഗോൾഡിന്റെ ഒരു പ്രശ്നം, സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുമ്പോൾ ഇത് നിഫ്റ്റിയോളം തന്നെ നേട്ടം തരണമെന്നില്ല. പക്ഷെ ഗോൾഡ് എല്ലാ കാലത്തും ഒരുപോലെ രക്ഷിക്കുമെന്ന് കരുതാനും കഴിയില്ല. ഉദാഹരണത്തിന് 2026-ന്റെ തുടക്കത്തിൽ ഓഹരി വിപണിയിൽ ഇടിവുണ്ടായപ്പോൾ സ്വർണത്തിനും വിലയിടിവ് സംഭവിച്ചു. അപ്പൊ നിഫ്റ്റിയുടെ ഗ്രോത്ത് വേണം, എന്നാൽ അതിന്റെ നഷ്ടങ്ങൾ താങ്ങാനും കഴിയില്ല. ഗോൾഡിന്റെ സേഫ്റ്റി വേണം, പക്ഷെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ കൊള്ളാം. ഇതിനെല്ലാം ചേർത്തിട്ടുള്ള ഒറ്റമൂലിയാണ്, അല്ലെങ്കിൽ നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്: ഡ്യുവൽ മൊമെന്റം സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയുടെ പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. മൊമെന്റം എന്നാൽ ഒരു ഡയറക്ഷനിലേക്കുള്ള ഒഴുക്കിനെയാണ് പറയുന്നത്. ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ മാർക്കറ്റിന്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കാറില്ല, പകരം നിലവിലെ ഒഴുക്കിനൊപ്പം നീങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഏതാണോ കൂടുതൽ റിട്ടേൺസ് തരുന്നത് നമ്മുടെ പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒന്നുകിൽ നിഫ്റ്റി അല്ലെങ്കിൽ ഗോൾഡ് നിഫ്റ്റി. നമ്മൾ രണ്ടും ഒരേ സമയം വാങ്ങുന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം വാങ്ങി കയ്യിൽ വെക്കും. ഏത് വാങ്ങണമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ കുറച്ച് മാസത്തെയോ അല്ലെങ്കിൽ കുറച്ചു വർഷത്തെയോ പെർഫോമൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ റിസ്കിംഗ് രീതി അനുസരിച്ചായിരിക്കും. നിങ്ങളൊരു ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ പെർഫോമൻസ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ കഴിയും. ഇതിന്റെ ഐഡിയ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുന്ന സമയങ്ങളിൽ, അതായത് ബുൾ മാർക്കറ്റിൽ നിഫ്റ്റി ഗോൾഡിനേക്കാൾ മികച്ച റിട്ടേൺസ് തരും. അപ്പോൾ നമ്മൾ ആ ഒരു നിഫ്റ്റിയുടെ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് നിഫ്റ്റിയിൽ നിന്ന് എക്സിറ്റ് ആവുകയും ആ എമൗണ്ട് നമ്മൾ ഗോൾഡിലേക്ക് സ്വാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മളെ നിഫ്റ്റിയിലെ പിന്നീട് ഉണ്ടാവുന്ന ക്രാഷിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ പുൾ ബാക്കിലോ ഉണ്ടാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ആ സമയത്ത് ഗോൾഡിൽ ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും കഴിയും. ഫലത്തിൽ നിഫ്റ്റിയുടെ കുതിപ്പിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എന്നാൽ വീഴ്ചകളിൽ നിന്ന് എസ്കേപ്പ് ആകാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രാറ്റജി നടപ്പാക്കാൻ വലിയ ഫിനാൻഷ്യൽ നോളജ് ഒന്നും ആവശ്യമില്ല. ചെറിയ ചിലവിൽ ഡിസിപ്ലിനോടെ ആർക്കും ഇത് ചെയ്യാൻ സാധിക്കും. വേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് ബീസിനെ പറ്റിയും നിഫ്റ്റി ബീസിനെ പറ്റിയും ചെറിയ ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
നമ്മൾ വാങ്ങുന്ന 2 ETF-കളാണിത്. ഇൻഡീപ്പായിട്ട് കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ഗോൾഡിന് പകരമായിട്ട് ഗോൾഡ് ബീസ് ETF വാങ്ങി കയ്യിൽ വെക്കുന്നത് കുറച്ചുകൂടെ സുരക്ഷിതമാണ്. പണിക്കൂലിയോ അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ നിഫ്റ്റി സ്റ്റോക്കുകളെല്ലാം വാങ്ങി കൂട്ടുന്നതിന് പകരം നിഫ്റ്റിയുടെ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ETF നമ്മൾ വാങ്ങി കയ്യിൽ വെക്കുകയാണ്. ആ ഒരു നിഫ്റ്റിയുടെ മൊമെന്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയാം. ഈ റൂള് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മാസത്തിന്റെയും അവസാന ദിവസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയാവും. കഴിഞ്ഞ 3 മാസത്തെ നിഫ്റ്റി ബീസിന്റെയും ഗോൾഡ് ബീസിന്റെയും റിട്ടേൺ എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ ജനുവരി 1 തുടങ്ങി എന്ന് കരുതുക. ഏപ്രിൽ 1 ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് നിഫ്റ്റി ബീസ് 10% പ്രോഫിറ്റ് വന്നു. അതേസമയം ഗോൾഡ് ബീസ് 5% ആണ് പ്രോഫിറ്റ് വന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ നിഫ്റ്റി ബീസിൽ നിലനിർത്തും, അല്ലെങ്കിൽ അതിലേക്ക് സ്വാപ്പ് ചെയ്യും. ഇനി അടുത്ത 3 മാസം കഴിഞ്ഞ് ജൂലൈ 1 നമ്മൾ വീണ്ടും നോക്കുന്നു. ആ ഒരു സമയത്ത് കഴിഞ്ഞ 3 മാസത്തെ കണക്കിൽ ഗോൾഡ് ബീസ് 8% ലാഭത്തോടെ മുന്നിലെത്തിയെങ്കിൽ നിഫ്റ്റിക്ക് 2% നഷ്ടം സംഭവിച്ചു എന്ന് കരുതുക. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിലുള്ള നിഫ്റ്റി ബീസ് മുഴുവൻ വിറ്റ് ആ പണം കൊണ്ട് ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനോ അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂസ് കേട്ടോ തീരുമാനങ്ങൾ മാറ്റരുത്. റൂൾ എന്താണോ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഈ ഒരു റൂള് കുറച്ച് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് താല്പര്യമുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന റൂളാണ്. ഞാൻ ആദ്യം പറഞ്ഞ റൂള് കുറച്ചുകൂടി മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ കൂടുതൽ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ജനുവരി മാസം നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നിഫ്റ്റി ബീസ് കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ആ സമയത്ത് ഗോൾഡ് ബീസിന് എത്രയാണോ പൈസയുള്ളത് അത് നമ്മൾ ആലോചിക്കുക വേണ്ട, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നീട് നിഫ്റ്റിയിൽ ഉണ്ടാവുന്ന ഒരു പുൾ ബാക്ക് ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. അതിനുശേഷം നമ്മളിവിടെ മാർക്കറ്റിൽ കണ്ടതാണ്, ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യവും ഒക്കെ കണ്ട വലിയ പുൾ ബാക്ക് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരിക്കലും ആ ഒരു പുൾ ബാക്ക് നമ്മളെ ബാധിക്കില്ല. തീർച്ചയായിട്ടും ആ ഒരു ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഫെബ്രുവരി മാസത്തിന്റെ അവസാനങ്ങളിൽ ഗോൾഡിന്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ആ ഒരു വലിയ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഓൾ ടൈം ഹൈയിലെത്തിയിരിക്കുന്ന ഗോൾഡ് ബീസ് അവിടെ സെല്ല് ചെയ്ത് ആ പ്രൈസിന് നിഫ്റ്റി ബീസ് വാങ്ങിക്കുകയാണ്. ഏത് ETF ആണോ ആദ്യം ഓൾ ടൈം ഹൈയിലെത്തുന്നത് ആ ETF വിട്ട് നമ്മൾ അടുത്ത ETF-ലേക്ക് സ്വിച്ച് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ കാണിച്ചു തന്നത്. ബേസിക്കലി ഇത് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വളരെ ബെറ്റർ ആയിരിക്കും എന്നാണ് എന്റെ ഒരു കണക്കൂട്ടലുകൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡും അങ്ങനെ 100% പെർഫെക്റ്റ് ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ ചിലവുകളും ടാക്സുകളും നമ്മൾ ഓരോ തവണ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ചിലവുകൾ വരുന്നുണ്ട്, ആ ട്രാൻസാക്ഷൻ ചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് നമുക്ക് നൽകേണ്ടി വരും. 2025 നിയമങ്ങൾ പ്രകാരം ഇത് 15 മുതൽ 20% വരെ ആകും. ഈ ഒരു കോസ്റ്റുകൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിനെ ചെറിയ തോതിൽ ബാധിക്കും എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അസ്ഥിരമായിട്ടുള്ള മാർക്കറ്റിന്റെ നഷ്ടങ്ങൾ, ചില സമയങ്ങളിൽ മാർക്കറ്റിന് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രാറ്റജി ശരിയായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ETF ഓൾ ടൈം ഹൈ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ലുക്ക് ബാക്ക് പീരീഡിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര കാലത്തെ പെർഫോമൻസ് ആണ് കമ്പയർ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ 1 മന്ത് ആണോ, 2 മന്ത് ആണോ, 3 മന്ത് ആണോ, എത്ര നാളത്തെ പീരീഡിലാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കണം. ബേസിക്കലി ഇത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് തീർച്ചയായിട്ടും ഭാവിയുടെ ഒരു ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ എഗനിസ്റ്റ് ആയിട്ട് ഒരു മൂവ്മെന്റ് വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. എന്നാലും നമ്മളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റും ഈ രീതിയിലേക്ക് നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ഇൻവെസ്റ്റ്മെന്റ് മാത്രം നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലേക്ക് മാറ്റുക. നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കുറച്ച് നാൾ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് ആ ഒരു റിയൽ മണി നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ബെനിഫിറ്റ് നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡ്യുവൽ മൊമെന്റം സ്ട്രാറ്റജിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇത്തരം റൂൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ ഒരു ഡിസ്കഷൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. പണവും നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് നമുക്ക് എപ്പോഴും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിഫ്റ്റിയിലാണോ ഗോൾഡിലാണോ അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഉത്തരം ഒന്നുകിൽ നിഫ്റ്റി അല്ലെങ്കിൽ ഗോൾഡ് എന്നാണ്. ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടത് ആ ഒരു പീരീഡിലെ മൊമെന്റം മനസ്സിലാക്കിയാണ്.
ഡ്യുവൽ മൊമെന്റം സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഒരു പണമുണ്ടാക്കുന്ന മാന്ത്രിക വഴിയൊന്നുമല്ല. അത് പെട്ടെന്ന് നിങ്ങളെ കോടീശ്വരനാക്കുകയില്ല. എന്നാൽ ഇതൊരു ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ് ചെയ്യാനും മാർക്കറ്റിലെ വലിയ വീഴ്ചകളിൽ പതറാതെ നിങ്ങളുടെ സമ്പാദ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരു വഴിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. ഇമോഷൻസിന് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഡാറ്റയും റൂൾസും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ കാണണം. ശരിയായ സമയത്ത് ശരിയായ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രോത്തിന്റെ ഭാഗമാകാനും അതേസമയം നമ്മുടെ ഉറക്കം കെടുത്തുന്ന വലിയ നഷ്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സഹായിക്കും. ഓർക്കുക, മികച്ച ഇൻവെസ്റ്റർ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നവനല്ല, മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ച് സ്മാർട്ടായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവനാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.